ഒന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. അയ്യോ എന്റെ കർത്താവേ, ഞാനിനി എന്നാ ചെയ്യേ? മറിയക്കുട്ടിയെ, മറിയക്കുട്ടിയെ എന്നാ പറ്റേടി? ചുട്ടിപ്പിടിച്ചു വാങ്ങിതാ, കാശു മുടക്കി വാങ്ങിതാ. അയ്യോ കസവിന്റെ കറിയുള്ള സാരിയ, പളപ്പള തിളങ്ങണ സാരിയ. അയ്യോ അയ്യാ, നിനക്ക് സാരി കീറിപ്പോയതുകൊണ്ട് ഇവിടെ ബാക്കിയുള്ളവന്റെ കളസം കീറി തുടങ്ങി. നിനക്കും കൂടി അറിയാവുന്നല്ലേ ഈ വീടിന്റെ അവസ്ഥ? ഓ എന്നാ അവസ്ഥയാ? വാടക വീട്ടിലല്ലോ മമ പൊറുതി, അതിൽ കഷ്ടപ്പാടുരിതവും എനിക്ക് സ്വന്തം. എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങനുറങ്ങും ഞാൻ. എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങനുറങ്ങും ഞാൻ. ഈ രാത്രിയെങ്ങിനെ കഴിച്ചു കൂട്ടും ദൈവേ. ദൈവത്തിനെ വിളിച്ചോണ്ടിരുന്നോ? എന്റെ മനുഷ്യനെ ഒരു പണി വേലില്ലാതെ ഇങ്ങനെ കുത്തിയിരുന്ന എങ്ങനെ സാരി മേടിക്കുന്ന വിചാരം? ഓ, നിന്റെ ഒടുക്കത്തെ ഒരു സാരി. എടി, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനല്ലേ? ഓ പിന്നെ. എടി, അനിയനെ വലിയൊരു രാഷ്ട്രീയക്കാരനാക്കിയത് ഞാനല്ലേ? ഓ വലിയ കാര്യം. എടി, ഇല്ലാത്ത കാശുണ്ടാക്കി പെങ്ങളെ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ വയസ്സായ അപ്പനെയും വല്യാപ്പനെയും ഞാൻ നോക്കണില്ലേടി? ഇവരെ മൊത്തം കാര്യങ്ങൾ നോക്കിയാ നമ്മൾ എങ്ങനെ ജീവിക്കും? എടി മറിയക്കുട്ടി, എന്നാന്നേ? നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഓ പോടുന്നു. അയ്യ, അതല്ല. പിന്നെ എന്നാത്തിനാ? ഇനിയിപ്പൊ ഇവിടെ പിടിച്ചു നിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയോ? എന്നാ വഴിയാ? കടലിനക്കരെ പോയിക്കോട്ടെ, കാണാ പൊന്നിന് പോയിക്കോട്ടെ. കടലിനക്കരെ പോയിക്കോട്ടെ, കാണാ പൊന്നിന് പോയിക്കോട്ടെ. പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം, കൈ നിറയെ പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം. അറബിയുടെ വീട്ടിലെ അലമാരക്കുള്ളിലെ അടുക്കി കെട്ടിയ നോട്ടുകൾ അടിച്ചു മാറ്റി അയച്ചു തരാം ഞാൻ. എന്നാ പോ, എന്നാ പോ, എന്നാ പോ. ഓ ദേവൻ, അടുത്ത കഷ്ടകാലം. അപ്പൻ അവിടെ എവിടെയും പോയിട്ട് കിടക്കാൻ പാടില്ലേ? അപ്പനെ നിനക്ക് മൂക്കി പഞ്ഞു വെച്ച് കത്താനാണല്ലോ ധൃതി. എടാ, നിനക്ക് ഈ അപ്പനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ ജോർജുട്ടി? അപ്പൻ ഇവിടെ എന്തിന്റെ കുറവുണ്ടെന്നാ പറയണത്? എടാ, നീ ഏത് നേരം ഈ പെണ്ണുപിള്ളയുടെ പുറകെ എങ്ങനെ നടന്നത്തെ എന്താണ് കാര്യം? അപ്പൊ അപ്പൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഞാൻ എന്നെ പറഞ്ഞു കുരിശിന്റെ വഴിയെ പോ, കുരിശിന്റെ വഴിയെ പോ, കുരിശിന്റെ വഴിയെ പോ. ആ, ഈ നിൽക്കണ കുരിശ് ഇവിടെ വന്ന് കേറിയപ്പോഴാണ് ഈ വീടിന്റെ കഷ്ടകാലം തുടങ്ങിയത്. അപ്പനാണ് ഞാൻ നോക്കൂല, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ എന്റെ പെണ്ണുമ്പിള്ളനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ടല്ല. എടാ ജോർജുട്ടി, ഇവള് ഇവിടെ കാറ്റിക്കൂടുന്ന എന്തൊക്കെയാന്ന് നിനക്ക് അറിയൂടാ? ഇവിടെ എന്ത് കാണിച്ചെന്ന് അപ്പം പറയണത്? ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായ കിട്ടണില്ല മോനെ എനിക്ക്. മടങ്ങണ ചേർത്ത തുണി കുടിച്ചിരുന്നിട്ട് മടുത്തപ്പോ മോനെ എനിക്ക്. ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായ കിട്ടണില്ല മോനെ എനിക്ക്. മടങ്ങണ ചേർത്ത തുണി കുടിച്ചിരുന്നിട്ട് മടുത്തപ്പോ മോനേടാ. കർത്താവേ, എനിക്ക് ഇതിങ്ങളുടെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതി. ഓ ദേ വരുന്ന അടുത്ത കഷ്ടകാലം. അപ്പ അപ്പനെ അപ്പന്റെ അപ്പനോടൊന്ന് പറയാൻ പാടില്ല എവിടെയെങ്കിലും പോയി കിടക്കാനായിട്ട്? എടാ, ഞാൻ അപ്പനോട് പറഞ്ഞ അപ്പം കേൾക്കൂലാടാ. ഓ, വെല്ലിപ്പൻ എന്തിനാ കരയണത്? വെല്ലിപ്പന് പാടില്ലടാ മോനെ ജോർജുട്ടി, ആ കുഴമ്പെടുത്തിട്ട് തിരുമി താട്ടടാ. അയ്യോ, മുതുകിൽ പിടിച്ച് പതക്കെ തിരുമടാ മോനെ ജോർജുട്ടി, ആ കുഴമ്പെടുത്തിട്ട് പതക്കെ തിരുമടാ. ഇടക്കിടക്കിന്റെ വയറിനകത്ത് ഉരുണ്ട് കയറണം മോനെ, തകിടി കയറണം മോനെ, തിരുമി തട്ടട മോനെ, പതക്കെ തിരുമ മോനെ. വെല്ലിപ്പന് പാടില്ലടാ മോനെ ജോർജുട്ടി, ആ കുഴമ്പെടുത്തിട്ട് പുതുക്കെ തിരുമടാ. അയ്യോ, ഇപ്പൊ കുറവുണ്ടാവില്ലപ്പാ? ആ ഇപ്പൊ കുറവുണ്ട് മോനെ ജോർജുട്ടി. വല്യപ്പന് 50 രൂപ തടാ. എന്റെ 10 പൈസ ഉണ്ടാവില്ല. നിന്റെ 50 രൂപ ഇല്ല? ഇല്ല. നിന്റെ 50 രൂപ ഇല്ല? ഇല്ലെന്ന്. എടാ, ഈ പാവപ്പെട്ട വല്യപ്പന്റെ മുഖം ഒന്ന് പേച്ചിൽ ചെയ്യാനും ഈ നരച്ച മുടിയൊന്ന് ഡൈ ചെയ്യാനും 50 രൂപ ചോദിച്ചപ്പോ നിന്റെ കയ്യിൽ 50 രൂപ ഇല്ല. ഓ കിളവന്റെ ഒരു പൂതിയെ. ഈ മാറിയോണ്ട് എന്താടാ വെറുതെ നോക്കി കൂടെ കളിയടാ. ഓ, ഒന്ന് നിർത്ത്. ഇനി എന്താ നിങ്ങളുടെ വിഷമം? ഞങ്ങളുടെ വിഷമം എന്താ? ചക്കിയിലെ ചിത്രങ്ങൾ പോയി
പോയി മറഞ്ഞു. പൂത്തുമ്പി ചക്കരണി ആരാധകരെല്ലാരും തെകളി പിടിച്ചു. പൂത്തുമ്പി ചക്കരണി നീയില്ലാത്ത കേസിൽ ആള് കുറഞ്ഞു. കാതരയാം നീയെവിടെ പോയി മറഞ്ഞു. ഇനിയും വരാത്തതല്ലേ എന്റെ ചക്കിയിലെ മധുരം തരാത്തതെന്തേ? ഇനിയും വരാത്തതെന്തേ എന്റെ ചക്കിയിലെ മധുരം തരാത്തതെന്തേ? ഓ രാവിലെ തന്നെ തുടങ്ങി എല്ലാം കൂടി കലവില 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 കലവില. ഒന്ന് നിർത്തണ്ടോ? എന്റെ പോക്കറ്റിൽ കിടന്ന 200 രൂപ കാണാനുണ്ട്. ചേട്ടനെടുത്തോ? ഞാൻ എടുത്തിട്ടില്ല. അപ്പനെടുത്തോ? ഞാൻ എടുത്തിട്ടില്ല. അപ്പാപ്പനെടുത്തോ? ഞാൻ എടുത്തിട്ടില്ല. ചേച്ചി എടുത്തോ? എനിക്ക് ആരെയും പൈസ വേണ്ട. പിന്നെ എന്റെ 200 രൂപ ആരെടുത്തത്? നിന്റെ പോക്കറ്റിൽ കണ്ട 250 നോട്ട് എങ്ങനെയാണ് 200 രൂപ ആവട്ടെ? അത് ശരി, അപ്പാപ്പനാണല്ലേ പൈസ എടുത്ത്. മര്യാദക്ക് എന്റെ കാശ് തന്നില്ലെങ്കിൽ ഈ കറി ആരാന്ന് നിങ്ങൾ അറിയും. നീ ആരാടാ? കറിയ കച്ചറയാ, വെറും കെട്ടവനാ, ചെറുപ്പം തൊട്ടേ ചെറുപ്പക്കാരികൾ വെറുത്തുപോയവനാ, തലതെറിച്ചവനാ, പണ്ട് കുറി നടത്തിയവനാ, കുറി പൊളിഞ്ഞ പദ്ധതിയും കേട്ട് നാട് വിട്ടവനാ. പറയും പറയും പറയാനറിയില്ലേലും ഓറത്തെറികൾ ചോറായി പറയും കറിയാ. ചെറിയാറ്റന്റെ ഭാര്യമറിയാമേടെ സ്വർണ്ണമാല പറിച്ചെടുത്ത് മറിച്ചു വിറ്റവനാ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയടാ നീ വെറും കച്ചറയാന്ന്. സൂസി സൂസി നീ അകത്തു അകത്തു. അയ്യോ നിന്റെ കെട്ടിയൻ അല്ലാണ്ട് ആരാ? എന്റെ കെട്ടിയോട് തന്റെ സ്വഭാവം മനസ്സിലാക്കും. പറഞ്ഞ നീ പെന്ത് ചെയ്യൂടി? നീ ഇവിടെ വന്നു കയറിയപ്പോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഈ വീട്ടിലുണ്ടായി. വന്നു കയറിയപ്പോ ഇവിടെ മൊത്തം മുടിഞ്ഞു പോയോ? മുടിഞ്ഞു പോയിട്ട് ഞാനിവിടെ വന്നോടൊപ്പം ഇവിടെ എല്ലാം ഉണ്ടാകട്ടെ ഉണ്ടായിരുന്നടി. എന്താടി ഇല്ലാതിരുന്നത്? ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, ഒരു ടിവി ഉണ്ടായിരുന്നു, ഒരു മിക്സി ഉണ്ടായിരുന്നു, ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ മനസ്സമാധാനം ഉണ്ടായിരുന്നു. നോക്കി നിൽക്കാതെ ചാടി ഇരിക്കണേ ഇരിക്കണേ. പിണ്ടാതിരികടിയേ, ഒന്ന് ചുമ്മാതിരികടിയേ. നീ ചേച്ചിയുമായിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് തമ്മിൽ തല്ലി തലകീറല്ലേ നീ. നാട്ടുകാര് വെളിയിൽ നിന്ന് കേട്ടുതിരിക്കുന്നേ. ചേച്ചി കുരിശല്ലേ വാരപണിയല്ലേ തമ്മിത്തല്ല് പതിവല്ലേ. ചേച്ചി കുരിശല്ലേ വാരപണിയല്ലേ തമ്മിത്തല്ല് പതിവല്ലേ. ആ നാളെ കറണ്ട് അടിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. എന്റെ കർത്താവ് ഇതിന്റെ ഇടയ്ക്ക് അതും വന്നാ. എടാ മോനെ ടെലിഫോണിന്റെ 3500 രൂപ ബില്ല് വന്ന് തിന്നിട്ട് അത് അടക്കണം കേട്ടോ. കേബിൾ ടിവിയുടെ ബില്ലടിച്ചില്ലെങ്കിൽ പാചക ചാനൽ കാണാൻ പറ്റൂടാ. അപ്പൊ പിന്നെ എന്റെ മോളുടെ ഫീസോ? ഒന്ന് നിർത്തണ്ട നിങ്ങളുടെ ഒടുക്കത്തെ ഒരു ബില്ല്. ഓ വല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാ കൊല ചെയ്യും ബില്ല്. വല്ലാത്തൊരു ബില്ല് ബില്ല് കൊല്ലാ കൊല ചെയ്യും ബില്ല്. തട്ടിക്കു 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 തട്ടിക്കു. നിങ്ങൾ ബില്ല് അടച്ചാലും കൊള്ളാം അടച്ചില്ലെങ്കിലും കൊള്ളാം. എനിക്ക് ഞാൻ പറഞ്ഞ സാരി വാങ്ങി തരണം. കൊല്ലും ഞാൻ. ആ സാരി മേടിക്കാൻ എനിക്ക് ജീൻസ് ടീഷർട്ട് എന്തായാലും മേടിക്കണം. അതെ അപ്പാപ്പന്റെ ടൈയുടെ കാര്യം എന്തായി? അയ്യടാ തയ്യാവാറായ മുതുക്കളവനാ ഇനിയിപ്പോ ഹെയർ ഡേ. പറഞ്ഞോടെ ടൈയും ടീയും ഒന്നും മേടിക്കണ്ട. നീ എനിക്കൊരു ഷൂസും ഒരു ബർമുട ഒരു തൊപ്പിയും മതി. എന്റെ കർത്താവ് ടൈ മേടിച്ചില്ലെങ്കിൽ ഞാനിപ്പോ ചത്തുപോവേ. തറവാട്ടിലെ കാശുകൊണ്ട് നിങ്ങൾക്ക് അതും ഇതൊക്കെ മേടിക്കാൻ വെക്കില്ലേ? എനിക്ക് വേണം കുറെ സാധനങ്ങള്. അവള് പറഞ്ഞാലും കാര്യമുണ്ട്. ചേട്ടാ പാർട്ടിക്ക് തരാന്ന് പറഞ്ഞ 3500 രൂപയുടെ ഫണ്ട് ഇപ്പൊ തന്നെ തരണം. ഓ എന്റെ കർത്താവ് ഇവറ്റകളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. താഴല്ലേ മക്കളിൽ നിന്നത് തന്നോടല്ലേ പറയേണ്ടത്. ഞാൻ തിരിച്ചുവിടുക. നേരം വെളുത്തപ്പോ തുടങ്ങിയതാ സമ്മതിക്കടാ. എന്നെ നോക്കാൻ നല്ലൊരു നേരത്തിൽ നിൽക്കാൻ അടിപൊളി അടിപൊളി. ആട്ടിന് ചാടന്ന് കുടുംബത്തിരുന്നാൽ കുടുംബം നശിക്കും മനുഷ്യ.